ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പാമ്പനാറാണുള്ളത്. കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് എനിക്കിങ്ങോട്ട് വരാൻ സാധിച്ചില്ല. ഇപ്പോൾ വരുമ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ മഴയൊക്കെ ഞാനിങ്ങനെ തോട്ടത്തിലേക്ക് ഇറങ്ങിയതാണ്. എന്തൊക്കെയാണ് തോട്ടത്തിലെ കാര്യങ്ങൾ എന്തൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ ചെറുതായിട്ട് ചാറ്റ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവിൽ കുറേ മാങ്ങയൊക്കെ ഇങ്ങനെ വിളഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പറിക്കണം. കാരണം ഇനി അങ്ങോട്ട് മഴക്കാലമാണ്. അപ്പോൾ നമുക്ക് നല്ല കാറ്റൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് ഇതൊന്നും കറക്റ്റായിട്ടുള്ള ഫലമൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പം നമ്മൾ ഒരു തോട്ടിയൊക്കെ സംഘടിപ്പിച്ചിട്ട് നേരെ മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കാരണം മഴയൊക്കെ പെയ്ത് കിടക്കുന്നുണ്ട്. മരത്തെ കയറുന്നത് റിസ്ക്കാണ്. കാരണം തെന്നി വീഴാൻ വഴുക്കലൊക്കെ ഉണ്ട്. നല്ല തെന്നി വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ നേരെ തട്ടെ ഇനി നേരെ മാവിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഇറങ്ങുമ്പോഴേ ഇതാണ് നമ്മുടെ ഏലം. അപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യം റീപ്ലാന്റ് ചെയ്ത ഏലമാണ്. അപ്പോൾ അതിൽ പുതിയ ശരമൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഏലക്കായൊക്കെ പൂവൊക്കെ പിടിച്ചിട്ടുണ്ട്. ഏലക്കായൊക്കെ ഉണ്ടാകും. അപ്പോൾ നല്ല ഫലമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നേരെ മാവിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് കിടക്കുന്നുണ്ട്. തോട്ടപ്പുഴുവിനും ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ മരുന്നും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. എന്നിരുന്നാലും കുഴപ്പമില്ല. എന്നാലും ഇവിടെ വരെ ഇറങ്ങി വന്ന സ്ഥിതിക്ക് ഇനി മാങ്ങയും കൂടെ പറിച്ചിട്ട് പോകുന്നുള്ളൂ വിചാരിച്ച് അങ്ങനെ നമ്മൾ ഇറങ്ങണം. പറമ്പൊക്കെ നല്ല കാട് കയറുണ്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കാട് കയറി ആകെ വൃത്തികേടായിരുന്നു. തേയില ചെയ്തുകൊണ്ട് ഈ തേയില നിൽക്കുന്നത് മുഴുവൻ തേയിലയാണ്. ഇതിന് മുകളിലായിട്ട് മുഴുവൻ കാട് കയറിയിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് കാണാൻ നല്ല കോടമഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ മാങ്ങ പറിച്ചിട്ട് വീട്ടിലേക്ക് കയറിപ്പോകാം. അപ്പോൾ മാങ്ങ പറിക്കാൻ വന്നപ്പോൾ തന്നെ അതിൻ്റെ അടുത്ത് ഒരു അടിപൊളി ഒരു സാധനം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്നറിയാമോ? ഇത് അവക്കാഡോ എന്നൊക്കെ പറയും. നമ്മളിവിടെ പല പേരും മുട്ടപ്പഴം എന്നൊക്കെയാണ് ഇവിടെ ഇത് കൂടുതൽ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി നല്ലൊരു മരമായിരുന്നു. അത് വെട്ടിക്കളഞ്ഞിട്ട് രണ്ടാമത് അതിന് തളർത്ത് കയറിയതാണ്. അപ്പോൾ ചേട്ടാ തേണ്ട ഇവിടെ തോട്ടിയൊക്കെ സെറ്റാക്കിയിട്ട് തേണ്ട മാങ്ങ തേണ്ട ഇങ്ങനെ അതിൽ ഉടക്കി ഇങ്ങനെ കുലുക്കി താഴെട്ടിടാനുള്ള പദ്ധതിയിലാണ്. എന്താകുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്കത് നോക്കാം. കാരണം ഇത്ര ഹൈറ്റ് ആയതുകൊണ്ട് തോട്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ തേണ്ട നമ്മുടെ മാങ്ങയൊക്കെ ചേട്ടാ തേണ്ട ഓരോന്നായിട്ട് ഇങ്ങനെ കുലുക്കി ഇങ്ങനെ താഴോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇനി ഇതെല്ലാം പിറക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മുടെ മാങ്ങ എല്ലാം നമ്മുടെ തേയിലയുടെ ഇടയിലാണ് വീഴുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ തന്നെ ഇങ്ങനെ പിറക്കി എടുത്തുകൊണ്ട് ഒരു കവറിനകത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാങ്ങ എന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്, നല്ല മധുരം, മാംസമൊക്കെ ഉള്ളൊരു മാങ്ങയാണ്. പക്ഷെ നമുക്ക് ഇന്ന് വരെ ഇതിൻ്റെ ഫലം ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇത് നല്ല മഴ സമയത്താണ് ഇതുണ്ടാകുന്നത്. ആ സമയത്ത് ഇത് മുഴുവൻ കാറ്റടിച്ച് പൊഴിഞ്ഞു പോകാറാണ് പതിവ്. ഇപ്പോൾ നമ്മളിത് കുറച്ച് അച്ചാറിടാനും ഉപ്പിലിട്ട് വയ്ക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് എടുത്തുകൊണ്ട് പോകുന്നത്. അല്ലാതെ ഇതുകൊണ്ട് വേറൊരു ഗുണവുമില്ല. കാരണം ഇത് കിടന്നാലും ഇനി വരുന്ന ജൂൺ ജൂലൈ മാസത്തിലെ കാറ്റിലും മഴയിൽ ഇത് മുഴുവനും കാറ്റടിച്ച് ഇതുപോലെ പൊഴിഞ്ഞ് ചീഞ്ഞ് പോകത്തേ ഉള്ളൂ. ഒന്നിനും പ്രയോജനപ്പെടുകയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് അച്ചാറൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചേട്ടാ ഇതാണ്ട് താഴെ ഇതിന് താഴോട്ട് ഏലത്തോട്ട് വേണം. അപ്പോൾ അവിടെ തന്നെ കുറേ മാങ്ങയൊക്കെ വീണ് കിടപ്പുണ്ട്. അത് ചേട്ടാ ഇതാണ്ട് ഇറങ്ങി ഓരോന്നിട്ട് പിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാങ്ങ പറക്കം പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ഇങ്ങനെ വീട്ടിൽ കയറി വന്നപ്പോഴത്തേന് ഇങ്ങനെ പേരയ്ക്ക കുറേ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാടൻ പേരയ്ക്കാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് പറിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചു. കാരണം ഇത് വെറുതെ ഇവിടെ കിടന്നാലും നമ്മുടെ വാവലും കിളിയൊക്കെ കുത്തി കളയത്തുള്ളൂ. ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല. അപ്പോൾ നമ്മൾ വന്ന സ്ഥിതിക്ക് മാക്സിമം എല്ലാ സാധനങ്ങളും പറിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ചേട്ടാ ഇങ്ങനെ നമ്മുടെ പേരയ്ക്ക ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുക. നല്ല മധുരമുള്ള നല്ല ചുമല കളറുള്ള അടിപൊളി പേരയ്ക്കാണ്. അത്യാവശ്യം നല്ല ഒരു വലിപ്പമുള്ള പേരയ്ക്കാണ്. ഈ സൈസിൽ നമ്മൾ ആകുന്നതാണ്. ഇതെല്ലാം നല്ല വിളഞ്ഞ് പാകമായിട്ടുണ്ട്. പഴുക്കാർ 1-2 ദിവസം കൊണ്ടൊക്കെ പഴുക്കുന്നതും കുറച്ചൊക്കെ പഴുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ പറിച്ചെടുക്കുകയാണ്. ഇതെടുത്തിട്ട് നമ്മളല്ലെങ്കിൽ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ആരും ഇത് ഉപയോഗിക്കുന്നില്ല. വെറുതെ എടുത്ത് കിടന്ന് പോവുകയുള്ളൂ. അപ്പോൾ അതാണ് പേരയ്ക്കെല്ലാം പറിച്ച് കഴിഞ്ഞ് നമ്മളതിൻ്റെ പതിയെ നമ്മുടെ കാപ്പിയൊക്കെ വെച്ചിരിക്കുന്നതാണ് ഇവിടെ. അപ്പോൾ പതിയെ ഇതിനകത്തൂടെയൊക്കെ ഒന്ന് കയറി നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഞാനൊരു പുളിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാപ്പിയെല്ലാം നമ്മൾ പുതിയതായിട്ട് വെച്ച കാപ്പിയാണ്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല വളർന്ന് കയറി വരുന്നത്. പിന്നെ ഇനി വളമിടേണ്ട സമയമാണ്. ഇനി നല്ലൊരു മഴയും കൂടി കഴിഞ്ഞാൽ ഇതിന് ചുവടൊക്കെ കുത്തിയിളക്കി വളമൊക്കെ ഇടണം. അപ്പോൾ അതിന് നമുക്ക് വീണ്ടും ഒന്നുകൂടെ വരണം. ഇതുണ്ടോ ചിലതിലൊക്കെ കാപ്പിക്കുരു ഇതായിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നല്ല മഴ സമയത്താകുമ്പോഴായിരിക്കും ഇത് നല്ലതായിട്ട് പഴുക്കുന്നത്. ഇത് പല സമയത്തും പല രീതിയിലാണ് ഇതിന് വിളവെന്ന് പറയുന്നത്. നമ്മുടെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഈ പീരുമേട് എന്ന് പറയുമ്പോൾ കാലാവസ്ഥയിൽ ഒത്തിരി മാറ്റങ്ങളുണ്ട്. കാരണം ഇവിടുത്തെ ഫലങ്ങളൊക്കെ നമ്മുടെ കോട്ടയം ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചക്കയുടെയൊക്കെ സീസൺ കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഇപ്പോഴാണ് ചക്കയൊക്കെ ആകുന്നത്. ഇതാണ് ഞങ്ങളുടെ പഴയ വീട്, അതായത് ആദ്യത്തെ വീട്. ഞങ്ങളെല്ലാം വളർന്നതൊക്കെ ഇവിടെയാണ്. ഈ വീടാണ് ഞങ്ങളെ ഇത്രത്തോളം ആക്കിയത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പുതിയൊരു വീട് കുറച്ചുകൂടെ മേളിലായിട്ട് റോഡ് സൈഡിൽ വെച്ചപ്പോഴത്തേന്
ഇതിൽ ആരും താമസമില്ല. ഇവിടെ ഇപ്പോൾ അമ്മച്ചി ഇതൊരു ചെറിയൊരു പച്ചക്കറിത്തോട്ടം ആക്കി നമ്മുടെ വെല്ലുമ്മച്ചി എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ സൈഡിലേക്ക് അമ്മച്ചി പേടൊക്കെ പിടിച്ചിട്ട് ഓരോ ബീൻസും പാവലൊക്കെ നട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് നല്ല അടിപൊളി ഒരു കൗതുകമായൊരു സംഭവം കാണാണ്. നമ്മുടെ പ്ലാവിൽ ഒരു ചക്ക, അടിപൊളി ഒരു ചക്കയാണ്, ഒരു പ്രത്യേക ഷേപ്പിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു ചക്കയാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ തേണ്ട വീണ്ടും മേലോട്ട് കയറി പോകുമ്പോൾ ഇപ്പോൾ ഏകദേശം 4 മണിയൊക്കെ നല്ല കോട മഞ്ഞൊക്കെ തേണ്ട നന്നായിട്ട് ഇങ്ങനെ മൂടി ആകെ ഒരു മഞ്ഞ് മൂടിയ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരിപാടി എല്ലാം നിർത്തിയിട്ട് വീട്ടിലേക്ക് കയറി. ഇനി തിരിച്ച് നമ്മൾ വീട്ടിലെ കോട്ടയം വരെ ഇനി നമ്മൾ ഓടി ചെല്ലാനായിട്ടുള്ളതാണ്. അപ്പോൾ വീട്ടിൽ കയറി വന്ന വിധമുണ്ടല്ലോ, വീടിൻ്റെ ചുറ്റും ഇതുപോലെ മഞ്ഞ് മൂടി നല്ല അടിപൊളി ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജൂൺ ജൂലൈ മാസം പൊതുവേ നമുക്ക് ഹൈ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജ്, ഫാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട, അതുപോലെ നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ തന്നെ ഇവിടെ നിന്നപ്പോൾ ഒരു അതിഥി ഇതുവഴിയേ പോകുന്നുണ്ട്. ഇതുകൊണ്ട് ഒരു മയിൽ ഇങ്ങനെ ഇതുവഴിയേ പോകുന്നുണ്ട്. അവനാൾ ഒറ്റയ്ക്കേ ഉള്ളൂ, ആൺമയിലാണ്. അവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ